നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. BJP ഒരു തരത്തിലാണ് സഭാ നേതൃത്വവുമായി ചങ്ങാത്തമൊക്കെ സ്ഥാപിച്ച് അവരുമായി ഒരു നല്ല ബന്ധത്തിലൊക്കെയായി തൃശ്ശൂരടക്കം വിജയത്തിലൊക്കെ അത് സഹായകരമാകുകയും ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെങ്കിലും വോട്ട് BJPയിലേക്ക് അടുപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോരോ പ്രശ്നങ്ങൾ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവരിപ്പോഴും ജയിലിൽ കഴിയുകയാണ്. BJP സർക്കാരാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത്. അവിടെ സമരം ചെയ്ത് അവരെ അറസ്റ്റിലാക്കിയതും അറസ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയതുമെല്ലാം ബജ്രംഗ് ദൾ പ്രവർത്തകരുമൊക്കെയാണ്. ഇത് വലിയ അപകടമാണ് തിരിച്ചറിഞ്ഞാണ് കേരള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉടൻ തന്നെ ഇവർ മനുഷ്യക്കടത്ത് ചെയ്തവരല്ല, അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ നിർബന്ധ മതപരിവർത്തനം നടത്തിയവരല്ല എന്നുള്ള ഒരു ക്ലീൻ ചിറ്റ് നൽകുകയും ഇവിടുന്ന് അനൂപ് ആന്റണിയുടെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തത്. ഇങ്ങനെ ഇവർക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വരുമ്പോൾ ഇതിന് എതിരായ രംഗത്ത് വരുന്നത് സംഘപരിവാർ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. RSSന്റെ കെ ഗോവിന്ദൻകുട്ടി അടക്കം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയാണ് പറയുന്നത്, ഛത്തീസ്ഗഡിൽ നിയമമുണ്ട്, ആ നിയമം നടപ്പാക്കാൻ അവിടുത്തെ സർക്കാരിന് അറിയാം, കേരള BJPക്ക് എന്തിനാണ് ഇത്ര വേവലാതി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പ്രീണനമല്ല വേണ്ടത്, പ്രവർത്തനമാണ് എന്നൊരു ഉപദേശം കൂടി നൽകുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ RV ബാബു പറയുന്നതും പൂർണ്ണമായും എങ്ങനെയാണ് നിങ്ങൾ ഇവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നത്, ഞങ്ങളുടെ നിലപാട് അതല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും സമാനമായ രീതിയിൽ BJP രാജീവ് ചന്ദ്രശേഖറിന് ഛത്തീസ്ഗഡിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണൊക്കെ പറയുന്നത്. എന്തായാലും ഒടുവിൽ ക്ലിമിസ് ബാവ തന്നെ പറയുന്നു, ഇനി ഇങ്ങനെ ഒരു ചങ്ങാത്തമില്ല, നീതി കിട്ടാതെ എന്ത് ചായ എന്നാണ് ചോദിക്കുന്നത്. സ്ഥിരമായി ചായ കുടിക്കാനും കേക്ക് നൽകാനും ഒക്കെയുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് ഈ ചോദ്യം. അപ്പോൾ BJPയും ഈ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിച്ചോ അതോ വീണ്ടും തളിരിടുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനിവാസനാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീനിവാസൻ, ഈ സഭാ നേതൃത്വവും BJP നേതൃത്വവുമായിട്ടുള്ള ഒരു ചങ്ങാത്തമൊക്കെ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കേക്ക് കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെ കൊടുക്കുന്നു. സഭാ നേതാക്കളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാന നേതാക്കളുമായി സൗഹൃദം പങ്കിടുന്നു, അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ നിന്നാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഏറ്റവും ഒടുവിലത്തെ വിഷയമായി ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയമെന്ന് ക്ലിമിസ് ബാവ തന്നെ പറയുന്നത്, നീതി കിട്ടാതെ എന്ത് ചായ, അങ്ങനെ ഒരു ചങ്ങാത്തം ഇനി വേണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശ്രീനിവാസൻ പറഞ്ഞോളൂ. ശ്രീനിവാസന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ ചായയും ചങ്ങാത്തവും ഇപ്പോഴത്തെ ഈ നീതി നിഷേധവും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകുമോ? നമസ്കാരം. അപ്പോൾ ഇത് കാര്യമായിട്ട് പഠിക്കേണ്ടത് ഇവിടുത്തെ ക്രിസ്ത്യാനി സമൂഹമാണ്. എല്ലാവിധ പോലെ പണ്ഡിതന്മാർ, അതായത് അച്ഛന്മാര് പലരും ഇതിനെ സംബന്ധിച്ച് സാറ് പറഞ്ഞ ചായ കുടിക്കുന്നതും കേൾക്കുന്നതും പിന്നെ അവിടെ കേക്ക് കൊടുത്ത് തല്ലുകൂടിയതും തല്ലുണ്ടാക്കിയതും ഇതൊക്കെ വളരെ വിശദമായിട്ട് ഇവിടുത്തെ പള്ളിയിലെ കാര്യദർശികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെയും ക്രിസ്ത്യാനികളൊന്ന് കണ്ണു തുറക്കുക, അവരെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഈ നാടൊന്ന് നന്നാക്കുക. അതാണ് ചെയ്യണ്ടേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യാനികൾ സംഘടിക്കണം അവർക്കെതിരെ. പിന്നെ ഒരു ക്രിസ്ത്യാനി മന്ത്രിയോ ആരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഒരാള് MP മന്ത്രിയോ ഒക്കെ ഒരാളുണ്ട്, ജോർജ് കുര്യനുണ്ട് കേരളത്തിൽ നിന്നുള്ള. അയാൾക്ക് പ്രധാനമന്ത്രിയോടൊന്ന് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഇനി ചെയ്യരുത്, നമ്മളവിടെ വല്ല ക്രിസ്ത്യാനികളൊക്കെ നിങ്ങളൊപ്പം ആ വോട്ട് മേടിച്ച് വിജയിച്ച മറ്റു കേന്ദ്രമന്ത്രി കൂടിയില്ലേ? ഉണ്ട്, വേറെ ഒരാളും കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് പറഞ്ഞൂടെ? പറഞ്ഞാല് അവരൊപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ പോകില്ലേ ചെയ്യുള്ളൂ. ശ്രീ ഇടയം മുരളിയാണ് ചേരുന്നത്. ശ്രീ ഇടയം മുരളി, ഈ ചങ്ങാത്തം ചായ കുടിക്കുന്നു, കേക്ക് നൽകുന്നു, അങ്ങനെ ആകെ വലിയ സൗഹൃദത്തിലൊക്കെ ആയിരുന്നു. കേരള BJP വളരെ പ്രയാസപ്പെട്ടാണ് സഭകളുമായി അത്തരത്തിലേക്കൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തത്. അത് ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. BJP കാലാകാലങ്ങളില് അവര് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ഭരണം പിടിക്കുന്നതിന് വേണ്ടി അവര് ഓരോ തന്ത്രങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട്. അതില് ഇപ്പോഴും വന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകളെ
പേരിലെടുത്തിരിക്കുന്ന കേസും അറസ്റ്റും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞാൻ അതിന് മറ്റൊരു സാറിനെ ഓർമ്മിപ്പിക്കുന്ന 89 BP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ LK അദ്വാനി ഒരു രഥയാത്ര നടത്തിയ സാറ് ഓർക്കുന്നുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അതെ ഉണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഒരുങ്ങിയപ്പോഴാണ് രഥയാത്ര ആരംഭിച്ചത്. അങ്ങനെയാണ് അവസാനം ആ സർക്കാർ താഴെ വീഴുന്നത്. അതെ. അപ്പൊ ആ രഥയാത്ര നടത്തി ഇന്ത്യയിലെ ഹിന്ദു വർഗീയത ആളി കത്തിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ അങ്ങനെ രഥയാത്ര നടത്തിയ സ്ഥലത്ത് അന്നത്തെ മൊത്തത്തിൽ നിന്ന് ബീഹാറിൽ വെച്ച് LK അദ്വാനിയുടെ മുഖത്ത് നോക്കി തന്നെ നിങ്ങൾ രഥയാത്ര നടത്തിയാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമെന്ന് പ്രഖ്യാപിക്കുകയും അത് കേൾക്കാതെ LK അദ്വാനി രഥയാത്ര നടത്തുകയും അന്നത്തെ ലല്ലു പ്രസാദ് യാദവ് LK അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്തു. അത് നമ്മുടെ ചരിത്രമാണ്, ഇന്ത്യയുടെ ചരിത്രമാണ്. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും അവർ ഇതേപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ ഉണ്ടാക്കി വിടുന്നുണ്ട്. അത് ഇപ്പൊ വന്നിരിക്കുന്നതും അതേപോലെ ഒരു സംഭവമാണ്. ഇത് BJPയുടെ ഹിന്ദു വർഗീയത വളർത്തുക. അപ്പോ കന്യാസ്ത്രീകളെക്കെതിരെ ഇങ്ങനെ കേസ് ഉണ്ടാക്കുമ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളെ മൊത്തത്തിൽ കൂട്ടി അങ്ങ് മൊത്തത്തിൽ അവരുടെ ഹിന്ദുക്കളുടെ മൊത്തം അവകാശം BJPക്കാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ബലപ്പോകത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ ശ്രീ ഇടയമുരളി? ഈ സമസ്തിപൂരിൽ വെച്ച ലാലു പ്രസാദ് യാദവിന്റെ ബീഹാറിൽ വെച്ച് അവിടെ അറസ്റ്റ് ചെയ്തതും രഥയാത്ര തടഞ്ഞതുമൊക്കെ ഒന്ന്. പക്ഷേ ഈ കേരളത്തിലെ സഭാ നേതൃത്വമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി BJP നേതൃത്വമായി വളരെ സൗഹൃദത്തിലും ഒക്കെയാണ്. ആ തരത്തിലേക്കുള്ള ബന്ധങ്ങൾ, അരമനകൾ, പ്രധാന ബിഷപ്പുമാരൊക്കെ ഡൽഹിയിലെത്തുന്നു, പ്രധാനമന്ത്രിയെയും അമിത്ഷായും ഒക്കെ കണ്ട് സംസാരിക്കുന്നു, വിരുന്നിൽ പങ്കെടുക്കുന്നു. കേരളത്തിലെ അരമനകളിലേക്കൊക്കെ BJP നേതാക്കൾ എത്തുന്നു. എന്തിന് തൃശ്ശൂരിലടക്കം എന്തായാലും എല്ലാവർക്കും അറിയാം ആ സഭകളുടെയൊക്കെ ചില സഹായം കൂടി ലഭ്യമായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന്. അതുകൊണ്ട് അവർ പൂർണ്ണമായും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? സാറ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈ ക്രിസ്ത്യൻ സഭകളിലേക്ക് അവർ ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ BJPയുടെ ഒരു പ്രതിനിധി ഉണ്ടായത്. അതേപോലെ അവര് എല്ലാ സഭകളിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നതും തിരുവനന്തപുരത്ത് സംയുക്ത സഭാ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. നമുക്ക് മറ്റ് വേദനയോടെയാണ്, ദുഃഖത്തോടെയാണ് നാം ഈ രക്തസാക്ഷി ആയിരിക്കുന്നത്. നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കന്യാസ്ത്രീമാരെ അകാരണമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം ഇതിനോടകം നമുക്ക് എല്ലാവർക്കും. ശരി, ഇവിടെ പ്രതിഷേധം നടക്കാണ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ എന്തായാലും നമ്മുടെ സ്ക്രീനിൽ തന്നെ പോകുന്നുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BJPയും സഭാ നേതൃത്വവുമായിട്ടുണ്ടായ ഒരു സൗഹൃദം, ആ സൗഹൃദം അവസാനിക്കുന്നു എന്ന് കരുതാനാവുമോ, അതോ സൗഹൃദം വീണ്ടും തുടരുമോ? നമസ്കാരം സാറേ, ഇത് പറയാനുള്ള കാര്യം, ഇവർ എന്ത് ചങ്ങാത്തം കൂടിയിരുന്നാലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു സഭയും BJP പോയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടിക്കാരന്മാരും പല വർഗീയ സംഘടനകളെയും മറ്റേ കോവിലുകാരെയും പള്ളിക്കാരെയും സഹകരിക്കും 10 വോട്ടിന് വേണ്ടി. അതാണ് അവർ ചെയ്തത്. ഒരു കുര്യനെ പിടിച്ച് മന്ത്രിയാക്കി, സുരേഷ് ഗോപി സ്ഥാപനം നയിച്ച് മന്ത്രി MLA MP ആയി മന്ത്രിയായി. പക്ഷേ ഇലക്ഷനിൽ കൂടുതൽ നിൽക്കാതെ കിട്ടിയാണ് കുര്യൻ. കാരണം അവർക്ക് MP ചേർക്കാനും മന്ത്രി എടുക്കാനും മന്ത്രിയാക്കാൻ അധികാരം അവർക്കുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ നമ്മൾ എന്ത് വാരി കൊടുത്തിരുന്നാലും എന്ത് ചെയ്ത് കൊടുത്തിരുന്നാലും ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ജയിച്ചു വരില്ല. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജീവിതമുള്ള കാലം വരെയും ഇവിടെ വരില്ല. കാരണം കേരള സംസ്കാര സ്റ്റേറ്റാണ്. പക്ഷെ അത് കുറെ മാറിപ്പോയി. ഇപ്പം മറ്റു സ്റ്റേറ്റുകളിൽ കന്യാസ്ത്രീ പോയി, സമ്മതിച്ചു. പോയവര് ഇവിടെ കേരളത്തിലുള്ള ക്രിസ്ത്യൻ സമുദായം ഒരു പള്ളിക്കാരൻ പരസ്പരം തമ്മിടിക്കുന്നു വർഷങ്ങളോളം. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും അകത്ത് കയറി പ്രാർത്ഥിക്കാൻ കിട്ടുന്നില്ല. ആ ക്രിസ്ത്യൻ സമുദായത്തെ നേരാക്കാൻ പറ്റാത്ത ഇവർ എന്തിനാണ് ഇനി ഹിന്ദുക്കളെ കണ്ടുപിടിച്ച് അവരെ എന്ത് ക്രിസ്ത്യൻ മതത്തിൽ ചേർക്കാൻ പോകുന്നത്? കോടതി അവർ റിമാൻഡ് ചെയ്തു. സത്യമോ നീതിയോ ധർമ്മമോ ഇത് അവർ ആരെങ്കിലും പിടിച്ച് നിർബന്ധമായ മതപരിവർത്തനം നടത്തിയോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ
രാജ്യത്ത് മതം നിർബന്ധ മതപരിവർത്തനം മാത്രമാണ് രാജ്യത്ത് നിയമപൂർവ്വം തടഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. അത് ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കായാലും മുസൽമാനായാലും ആർക്കും തടസ്സമില്ല. അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശം കൂടിയാണ്. തന്നെ സാറേ, സമ്മതിച്ചു. പക്ഷെ ഇവര് നമ്മളെ ഈ ഇടയ്ക്ക് നമ്മൾ കിഴക്കേക്കോട്ട, ഞാൻ ആര് കുറ്റപ്പെട്ട് പറയുന്ന ലിസ്റ്റ് പോയിട്ട് കിഴക്കേക്കോട്ടയില് 4 നമ്മളെ ക്രിസ്ത്യൻ സമാജത്തിൽപ്പെട്ട സ്ത്രീകള് ബ്രാഹ്മണ തെരുവ് പോയിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് ബൈബിൾ ബുക്ക് കൊടുത്ത് സ്ഥിരം പോകുമായിരുന്നു. നല്ലതല്ലേ? ബൈബിൾ വായിച്ചിരിക്കുന്ന നല്ലതല്ലേ? ബൈബിള് വായിക്കുന്നു എല്ലാം നല്ല 100% നല്ലത് തന്നെയാണ്. ഞാൻ ബൈബിള് വായിക്കുന്നു, ഖുർആൻ വായിക്കുന്നു സാറ്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ സ്വയം മനസ്സാലെ ഞാൻ ഒരു ഹിന്ദുവാണ്, ക്രിസ്ത്യൻ, മുസ്ലിമാണെന്ന് സ്വയം മനസ്സാലെ ആര് ജനിച്ചു വരുന്നത് ഏത് മതത്തിൽ ജനിക്കുന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ ഇന്ന മതക്കാരാണ്. അത് തന്നെയാണ് ശ്രീ ശിവദാസൻ ഏറ്റവും പ്രധാനം. ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആ മതത്തിലാണ് എന്ന് കരുതുന്നതുകൊണ്ട് ഞാൻ ആ മതക്കാരനായി. അല്ലാതെ മറ്റാരുടെയെങ്കിലും ഗർഭപാത്രത്തിൽ ഏത് മനുഷ്യൻ ജനിച്ചാലും ആ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ മതത്തിലായിരിക്കും വളരുന്നത്. അല്ലാതെ ഈ മത അഭിമാനം എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ. മതമായാലും ജാതിയായാലും അഭിമാനമൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ സാർ, അതെ അതാണ് പറഞ്ഞത്. സ്വയം മനസ്സിലെ വരട്ടെ. ഞാൻ ഒരു ഹിന്ദുവാണ്, നാളെ എനിക്ക് ക്രിസ്ത്യൻ സമയത്തിൽ പോകാം, മുസ്ലിംക്ക് പോകാം, അത് എന്റെ അവകാശമാണ്. അങ്ങനെ പോകണം. അല്ലാതെ നമ്മൾ വിശ്വാസമായി നേരെ ഭഗവാനെ, പുണ്യാള, ആറ്റോലമ്മ അല്ലെ മക്കളമ്മ. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആറ്റോ കോവിലില് സാറേ ചെരുപ്പ് കുത്തികളായിരിക്കും 2 കൊച്ചു പെമ്പിള്ളേർ, 9, 8 വയസ്സ് 2 പിള്ളേര് തറയെ കിടന്ന 20 രൂപ 2 10 തുകെടുത്ത് തറയെന്ന് എടുത്ത് ആഹാരം കഴിച്ചു വന്ന പിടിച്ചുകൊണ്ട് ഒരു നിർഭീയമായി അടിക്കുകയാണ് ചെയ്ത സെക്യൂരിറ്റിക്കാർ. ദേവി എവിടെ പോയിരുന്നു? ദൈവത്തിന് കണ്ണും മോക്കുമില്ലേ? എന്തുകൊണ്ട് ഈ 2 ബിഷപ്പിനെടുത്ത പൈസ 20 രൂപ ഈ ലോകം മൊത്തം? തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ സമൂഹത്തിലൊക്കെ അനീതി നടക്കുന്ന ഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ കൊടിയ ദാരിദ്ര്യത്തിൽ കുട്ടികൾ മരിച്ചു വീഴുന്ന ഘട്ടത്തിലൊക്കെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം പ്രധാനം തന്നെയാണ്. ഇവരൊക്കെ ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, മുഴുവൻ ചാനൽസിലും മറ്റും ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെടുത്തോളം അവർ പരിപൂർണമായി നിരപരാധികളാണ്. സമുദായ അറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്നവരായ കുഷ്ഠരോഗികളെയും മറ്റും പാവപ്പെട്ടവരെയും ഡിസേബിൾഡ് പൂർ ടയേർഡായവരെയും വളരെ കെയറായി ആത്മാർത്ഥത പുണ്യകർമ്മത്തിൽ ഏർപ്പെട്ട വിശുദ്ധരായ ഈ വയോവൃദ്ധരും വൃദ്ധരായ ഈ കന്യാസികളെ കയ്യും മറന്നും തൊട്ടുവയ്ക്കുന്ന അക്ഷരജ്ഞാനം ഇല്ലാത്തവരെ വരെ അവര് ഉന്നതിയിലെത്തി ജോലി വാങ്ങിക്കൊടുക്കുന്നു. ഈ ബജരംഗ് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്താ മെന്റൽ ഡിസീസ് ഉണ്ടാ, സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാ. നമ്മുടെ ഈ വടക്ക് ഇന്ത്യക്ക് മനസ്സിലാകുന്നില്ല എന്തെന്ന്. ജനകീയ കോടതി, വലിയ കോടതി, ദൈവത്തിന്റെ കോടതി കഴിഞ്ഞ് ജനകീയ കോടതി, എന്നിട്ടാ മറ്റുള്ള നീതിന്യായ വകുപ്പ്. ഈ മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും വേദനാജനകമായിട്ട് പ്രതികൂലമായിട്ട് വിധിച്ച് ജനങ്ങളെല്ലാം യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഒത്തുചേർന്നിട്ട് അതിന് പ്രതിഷേധിക്കണം. പിന്നെ അതുകൂടാണ്ട് റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാട് നന്നായിട്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ഈ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി BJP നേതൃത്വം നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ച് നല്ല സൗഹൃദത്തിലുമൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ക്ലിമിസ് ബാവ എന്ന് പറഞ്ഞത് നീതി കിട്ടാതെ ചായ കുടിച്ചത് കൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. ആ ചങ്ങാത്തം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സന്തോഷം തോന്നുന്നു. കാരണം കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ BJP RSS ഈ സംഘടനകൾ ശ്രമിക്കുമ്പോൾ ഇവിടെ കേരളത്തില് ഒരു കേക്കും കൊണ്ടൊന്ന് വായുടെ ചുണ്ടത്ത് വെക്കുമ്പം സ്വീകരിച്ചിരിക്കുന്ന അച്ഛന്മാര് അന്നെന്താ പറഞ്ഞത്? റബ്ബറിന് വില കൂട്ടിയാൽ ഞങ്ങൾ MP-മാരെ തരാം, അല്ലേ? ഇപ്പൊ ഞാനിവിടെ വടക്കേ ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന് മുമ്പേ നടന്നത് അവിടെയാണ്. അവിടെ ആക്രമിക്കുമ്പോൾ ഇവിടെ അച്ഛന്മാർ ഇവർക്ക് കേക്ക് വായിൽ വെച്ച് ഇപ്പൊ എന്തായി? കേക്ക് അടിച്ച് വായിന്റെ ഉള്ളോട്ട് കയറ്റി കൊടുത്തു, ഇല്ലേ? പ്രധാനമന്ത്രിയൊക്കെ സ്വീകരിക്കുമ്പോ ഒരു കാര്യം ഇവർ തീരുമാനിക്കണം. ഈ BJP-യുടെ അല്ലെങ്കിൽ ഇവരെ ആഭിമുഖ്യമുള്ള സംഘടനകള് ക്രൈസ്തവരെ ആക്രമിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു? ക്രൈസ്തവർ ഇവിടെ മുസ്ലിമുകൾക്കെതിരെ BJP ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞു? നാർക്കോട്ടിക് ജിഹാദികൾ. കാരണം എന്തുകൊണ്ട്? ക്രൈസ്തവരിലെ പെൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികളെ സ്നേഹിച്ച് പോകുന്നത് കൊണ്ട് അവർക്ക് എതിരെ BJP സംസാരിക്കുമ്പോൾ അത് തീവ്രമായിട്ട് ക്രൈസ്തവ പുരോഹിതന്മാർ BJP മുസ്ലിമിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് BJP-യുടെ ഭാഗത്ത് നിന്നു. ഇപ്പൊ എന്തായി? ഇത് കിട്ടണം എന്നാ ഞാൻ പറഞ്ഞില്ല. കാരണം
ഞാനൊരു ക്രൈസ്തവ അങ്ങനെ കുടുംബത്തിൽ പറയുന്നത് ശരിയല്ല ശ്രീ സന്തോഷ്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞേക്ക് പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അവർ ജീവിതം തന്നെ അല്ലല്ല, ഈ മറ്റുള്ളവരുടെ അവർക്ക് സേവനത്തിന് വേണ്ടി കിട്ടിയതല്ല. ഒഴിഞ്ഞു വെച്ച മനുഷ്യരൊക്കെ നമ്മുടെ അല്ലല്ല, നാട്ടുഭാഷയിലൊക്കെ അങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് അങ്ങനെ കിട്ടണം. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു പൊതു രംഗത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. മനസ്സിലായി, താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി. ഞാൻ എന്നാലും പറഞ്ഞതേ ഉള്ളൂ. കന്യാസ്ത്രീകൾക്ക് അങ്ങനെ കിട്ടേണ്ടതല്ല ഞാൻ പറഞ്ഞത്. അല്ല, കാരണം ഞാനൊരു മനസ്സിലായി ശ്രീ സന്തോഷ്, പറഞ്ഞോളൂ. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുകയാണെങ്കിൽ ഞാനൊരു ക്രൈസ്തവനല്ല, ഞാനൊരു മനുഷ്യനാണ്. മനസ്സിലായോ? മനുഷ്യനായിട്ട് ജീവിക്കണം ആദ്യം. ഇത് മുസ്ലിങ്ങളെ ഞാൻ ഇവിടെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് അവരെ പള്ളിയിലെ ഓരോ പെൺകുട്ടികള് മുസ്ലിം ആൺകുട്ടികളെ സ്നേഹിച്ചു പോയപ്പോ അതിനെതിരെ നാർക്കോട്ടിക് സ്നേഹിച്ചു പോകുന്ന എന്ത് ശരി ശ്രീ സന്തോഷ്, ആളുകളൊക്കെ സ്നേഹിക്കുകയും മതവും ജാതിയും നോക്കാതെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യട്ടെ. ശരി, ശ്രീ പ്രദീപാണ് ബർമുഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഏറെ പാടുപെട്ടുണ്ടാക്കിയ സൗഹൃദം, ആ ചങ്ങാത്തം ഇപ്പോൾ അവസാനിക്കുകയാണോ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. എന്തായാലും താങ്കളെ ചിരി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നമ്മളെ സന്തോഷ് കഴിഞ്ഞ ആഴ്ച ഹിന്ദു കുടുംബത്തിലായിരുന്നു, ഇത്തവണ ക്രിസ്ത്യൻ കുടുംബമായി. സന്തോഷം. അപ്പോഴേ ആരെങ്കിലും ആത്യന്തികമായി മനുഷ്യരായിരുന്നോട്ടെ, അവര് മറ്റൊരാളുടെ ജാതി മതമൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട. അതെ അതെ. അപ്പോഴേ അല്ല, ഞാൻ പറയാനുള്ളത് എന്റെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു, നമ്മളെന്തിനും ആളും പേരും മാറ്റിയൊക്കെ പറയണം. എനിവേ കിരൺ, നമ്മുടെ നാട് പൊതുവെ നന്നാവൂല എന്നുള്ളതിന്റെ പല പല ഉദാഹരണങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്നപ്പോഴും കണ്ടു. അതേപോലെ തന്നെ ഇപ്പൊ ഈ കേൾക്കുന്നതിന് എന്താ ഈ നാട് നന്നാവണം? നിങ്ങളാണോ ഈ 2047 സൂപ്പർ പവർ ആകാൻ പോണ രാജ്യം ആണോ? എനിക്ക് തോന്നണില്ല. പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ BJP ക്രിസ്ത്യനുകളെ കണ്ടൊന്നും അല്ല കേരളത്തിൽ വളരുന്നത്. സത്യത്തിൽ അത് അവര് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതൊരു ആൽമരം പോലെ പതുക്കെ പതുക്കെ വളരും, പെട്ടെന്നൊന്നും വളരത്തില്ല, അത് വളരും. അതങ്ങനെയാണ് BJPയുടെ കാര്യം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്റർ കിരൺ, ഈ പത്രങ്ങളിൽ താങ്കളുടെ പത്രം ഇന്ത്യൻ എക്സ്പ്രസ്, അതേപോലെ തന്നെ താങ്കളുടെ പത്രത്തിൽ ഉണ്ടെന്ന് കണ്ടില്ല, ഇന്ത്യൻ എക്സ്പ്രസ് അതേപോലെ തന്നെ മാതൃഭൂമി, ഈ രണ്ട് ചാനലിൽ വന്നൊരു കാര്യമുണ്ട്. അതായത് ആ ഒരു നക്സലുകളുള്ള ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അവരോട് ചോദിച്ചപ്പോ അതിലൊരു കുട്ടി പറയുന്നു, തന്നെ എവിടെ കൊണ്ടുപോകുന്നെന്ന് എനിക്ക് അറിയില്ല, എന്തിനു കൊണ്ടുപോകുന്നില്ല അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ പോലീസ് കേസ് എടുക്കുന്നു. അപ്പം കേസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കോടതിയിൽ പോകും. കോടതിയിൽ പോകുമ്പോൾ ജാമ്യം അതിനെ വല്ലാതെ അങ്ങ് നിഷ്കളങ്കത അഭിനയിക്കരുത്. അവിടെ കേസ് എടുത്താൻ ആരാണ് തടഞ്ഞത്? ബജ്രംഗ് ദൾ പ്രവർത്തകർ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥ ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയാണ്. ആ കുട്ടികളും ആ കുട്ടികളുടെ സഹോദരനും കൊണ്ട് കൂടെ. ആ കുട്ടികളെ ആരും തട്ടിക്കൊണ്ട് പോയതല്ല. അതൊക്കെ അന്വേഷിക്കാൻ പോലീസിന് നിമിഷങ്ങൾ മതി. ആ നിമിഷങ്ങൾ മതിയായിട്ട് ആ അന്വേഷിക്കാതെയാണല്ലോ ചെയ്തത്. ഈ രണ്ട് സ്ത്രീകൾ വന്ന് കുട്ടികളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും മനുഷ്യക്കടത്ത് നടത്താൻ പോയോ? ഇതൊക്കെ ആരോടാണ് പറയുന്നത്? താങ്കൾ എന്ത് പറഞ്ഞ് ആരെ വിശ്വസിപ്പിക്കാനാണ് നോക്കുന്നത്? താങ്കളുടെ പത്രങ്ങൾ ഏത് പത്രങ്ങൾ? ഒരു പത്രങ്ങളും അല്ല പറയുന്നത്. പത്രങ്ങൾ എല്ലാ കാര്യത്തിലും ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ എഴുതും. അതെല്ലാം വായിച്ചാൽ കേരളത്തിലെ മാതൃഭൂമിയിലെങ്കിലും അങ്ങനെയൊന്നും ഇവർ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വാർത്തയൊന്നുമില്ല. ഞാൻ മാതൃഭൂമി വായിച്ചായിട്ടാണ് നിൽക്കുന്നത്. തട്ടിക്കൊണ്ടുപോയെന്നല്ല പറഞ്ഞത്, അതിൽ ഒരാളിന്റെ മൊഴിയാണ് പറഞ്ഞത്. ആളിന്റെ മൊഴി കൊച്ചു കുട്ടികളുടെ ഇടയ്ക്ക് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ ആളുകൾ കൂടെ നിന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവരെന്താണ് പറയുന്നത്? നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അവരെ അടിക്കും കൊല്ലും എന്നൊക്കെയല്ലേ പറയുന്നത്? ആ സഹോദരന്റെ മുന്നിൽ വെച്ച് സഹോദരിയെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞത്? നീ അവരെ വിൽക്കാൻ കൊണ്ടുവന്നല്ലേ എന്നല്ലേ ചോദിച്ചത്? ഒരു സഹോദരനോട് ഒരു സഹോദരിയെ കൂടെ കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നത് വിൽക്കാൻ കൊണ്ടുവരുന്നതല്ലേ ചോദിക്കുന്നത്? ഈ ചോദിക്കുന്ന ആളുകൾക്ക് എന്ത് അധികാരമാണ് അതുള്ളത്? അവരെയൊക്കെ ന്യായീകരിക്കുകയാണോ താങ്കൾ? എന്റെ പൊന്നു കിരണേ, ബജറംഗ ദൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറഞ്ഞു. അല്ല, താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഞാൻ പറഞ്ഞത് അതിലുള്ള ഒരാൾ പറഞ്ഞതിന് കോടതിയിൽ അത് തന്നെയാണ് പറയുന്നത്. നമ്മളെ ഓരോ സ്ഥലത്തുനിന്ന് ഒരു സാധനം പിക്ക് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ അഭിപ്രായത്തോട് യോജിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മാത്രം പിക്ക് ചെയ്യും. താങ്കൾ അതാ ചെയ്തത്. കിരൺ, അങ്ങനെ അല്ല എന്ന് കോടതിയിൽ എന്തേ അവരെ തെളിയിക്കാത്തെ? കോടതിയിൽ എങ്ങനെയാണ് താങ്കൾ എങ്ങനെയാണ് കോടതിയിൽ കേസ് പരിഗണിച്ചോ തെളിയിക്കാൻ? അല്ല, പോലീസ് എന്ത് മൊഴിയാ കൊടുത്തേ? പോലീസിന്റെ കുറ്റപത്രത്തിലല്ലേ കൊടുത്തേക്കുന്ന വിവരങ്ങൾ വന്ന താങ്കൾ രാവിലെ വന്ന പത്രത്തിൽ വായിച്ചില്ലേ? ഏതൊക്കെ കേസാ കൊടുത്തിരിക്കുന്നത്? നോക്കൂ, ഇന്നലെ മുഴുവൻ ആ വകുപ്പ് താങ്കൾ വായിച്ചില്ലേ? ഇത് വായിച്ച് താങ്കൾ അത് വായിച്ചില്ലേ? ഇല്ല, ഇന്നലത്തെ മുഴുവൻ ന്യൂസ് ഞാൻ കണ്ടു. ഇന്ന് കണ്ടില്ലേ? ഇന്നത്തെ പത്രത്തിലൊന്നും താങ്കൾ ഇത് കണ്ടില്ലേ? ഇന്നത്തെ പത്രത്തിലെല്ലാം ഉണ്ട്. അല്ല, ഇന്റർനെറ്റ് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. നോക്കൂ, ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ആദ്യം വിളിക്കുന്നത് നമ്മളെ ന്യൂസ് 18-ലാണ്. ഞാൻ എന്റെ രാവിലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ അവർക്ക് പ്രൂഫ് ഇല്ലെന്നോ ഇതൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കത് തെളിയിക്കുക എവിടെയാണ്? കോടതിയിൽ. പിന്നെ ഈ കേസ് എടുത്തു തന്നെ തെറ്റാണെന്നല്ലേ ചോദിക്കുന്നത്? അത് തെറ്റാണോ ശരിയാണെന്നുള്ളതല്ല ചോദ്യം. ആ കേസ് എടുത്ത് തെറ്റാണെങ്കിൽ ആ പോലീസിന്റെ ഒരു നടപടി എടുക്കണം കിരൺ. ഞാൻ പറയുന്നത് അല്ല, ഞാൻ ഒരിക്കലും ബജറംഗിനെ പോലത്തെ തീവ്രവാദി ഗ്രൂപ്പുകളെ അംഗീകരിക്കുന്ന ആളല്ല. ഞാൻ പറയുന്നത് നല്ലതാണ്.
ഞാൻ അല്ലെങ്കിൽ ആളുകൾ ബജറംഗിൽ ഒരിക്കൽ സംശയിക്കും. നോക്കൂ ഞാൻ BJP അനുഭാവി തന്നെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ബജറംഗിൽ തന്നെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്ന ഒരാളെ ഞാൻ അംഗീകരിക്കാറില്ല. അത് ഞാൻ താങ്കളോട് ഇവിടെ വ്യക്തമായി പറയുന്നു. കാര്യം എന്നറിയാമോ, തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റിനൊപ്പം നിൽക്കുന്നതല്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായ ധാരണയോടെ അങ്ങനെ കൊണ്ടുപോകൂ. ഈ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരു കുട്ടി ഇതേപോലെ മാറ്റി പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസ് കേസെടുക്കും, അത് കോടതിയിൽ പോകും. പിന്നെ കേരളത്തില് ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്മാര് തരാതരം അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയം കളിക്കും. അതുകൊണ്ട് BJP ഞാൻ പറയാം, ഒരു അടിയുറച്ച ഒരു ക്രിസ്ത്യാനി ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അടിയുറച്ച ഒരു മുസ്ലിമും BJPക്ക് എന്തോ ഒരു കുഴപ്പം BJPക്ക് ഉണ്ടെന്നല്ലേ താങ്കൾ പറയുന്നത്? ഒരു ക്രിസ്ത്യാനി വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ? കേരളത്തിലെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ അങ്ങനെ അടിയുറച്ച ഒരാൾക്ക് ഇന്ന പാർട്ടിയിൽ വോട്ട് ചെയ്തില്ലെന്നൊരു അവകാശമുണ്ടോ? എന്റെ പൊന്ന് കിരണേ, ഈ ഓരോ പാർട്ടിക്കാരുടെ കാര്യം പറയല്ലേ. നൈജീരിയയിൽ ഒരു ദിവസം 16 പേരാണ് കൊല്ലപ്പെടുന്നത്. 48,000 പേര് മൊത്തം കഴിഞ്ഞ 6 വർഷത്തിൽ കൊന്നു. ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? കേരളത്തിലെ ഏതെങ്കിലും അച്ഛന്മാർ പറഞ്ഞോ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറഞ്ഞോ? ആരും പറയില്ല. കാര്യം എന്നറിയാമോ, അവിടെ മരിച്ചത് ക്രിസ്ത്യൻ ഗോത്രത്തിൽപ്പെട്ടതല്ലേ. ഗുജറാത്തിലും മണിപ്പൂരിലും ആരെങ്കിലും അവിടെ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വലിയ വിഷയം. നിങ്ങൾക്ക് അതൊന്നും ആർക്കും കാണാനുള്ള കഴിവില്ല. വിഷയം തന്നെയാണ് ശ്രീ പ്രദീപ്. നമുക്ക് നോക്കൂ, ആര് മരിച്ചാലും ആര് കൊല്ലപ്പെട്ടാലും ആർക്ക് അനീതി നിഷേധിച്ചു കഴിഞ്ഞാലും അതൊന്നും ശരിയല്ല. ഞാനൊരു BJPക്കാരനാണ്, BJPയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബജറംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിവകാരനോ അല്ലെങ്കിൽ ഇവൻ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അത് ന്യായീകരിക്കും? എന്റെ അഭിപ്രായത്തില് കേരളത്തില് BJP വളരുന്നത് ആൽമരം പോലെ തന്നെയാണ്. കേരളത്തിലെ RSS നേതാവ് K. ഗോവിന്ദൻകുട്ടി ഇന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ BJPക്ക് വലിയ വേവലാതിയൊന്നും വേണ്ട ഛത്തീസ്ഗഡിലെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ആ പറഞ്ഞ വ്യക്തിയെ ഞാൻ എന്നെക്കാളും വലിയ നേതാവായിട്ട് കാണുന്നില്ല. ഞാൻ BJPയിൽ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതിൽ അടിയുറച്ചിരിക്കുന്ന ഒരാളാണ്. അതൊക്കെ താങ്കൾക്ക് ആരെയും നേതാവല്ലാതെ ഒക്കെ കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നതിനെ ആ പാർട്ടിയുടെ അഭിപ്രായമായി ഒരു നേതാവ് തെറ്റ് പറഞ്ഞാൽ അതിനെ എൻഡോഴ്സ് ചെയ്യാനോ അതിനെ അംഗീകരിക്കാനോ ഞാൻ തയ്യാറല്ല. അതിൽ മനുഷ്യത്വം വേണം, അതിനകത്ത് ന്യായം വേണം, അത്ര തന്നെ. താങ്ക് യു. എന്തായാലും ബെർമുഡയിൽ നിന്നാണ് വിളിച്ചത് ശ്രീ പ്രദീപ്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, ദീർഘകാലമായി കേരളത്തിലെ BJP നേതൃത്വവും കേന്ദ്ര BJP നേതൃത്വവും ഒക്കെ സഭാ നേതൃത്വവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും അത് വലിയ പരിധിയോളം വിജയിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ഇന്നിപ്പോൾ നീതി ലഭിക്കാതെ വന്നാൽ പിന്നെ എന്ത് ചങ്ങാത്തം എന്ന് ക്ലിമിസ് ബാവയെ പോലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ സഭാ നേതാവ് തന്നെ ചോദിക്കുന്നത്. നീതി കിട്ടാതെ ചായ എന്ന് കൂടി. നമസ്കാരമുണ്ട്. ഇതിപ്പോ BJP നമ്മുടെ പള്ളിമേടകളിൽ ഇലക്ഷൻ ആകുമ്പോ BJPയുടെ നേതാക്കന്മാര് എല്ലാം കേക്കും അല്ലെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? രതീഷാണ് പത്തനംതിട്ടയിൽ. ശ്രീ രതീഷ് പറഞ്ഞോളൂ. അല്ല കിരൺ ബാബു, ഈ മതം മാറ്റം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മതം മാറ്റം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ ഏഷ്യാനെറ്റിൽ ഒരു അച്ഛൻ വന്നിരുന്ന് പറഞ്ഞു കേട്ടായിരുന്നു, ആ കുട്ടികളുടെ ID പ്രൂഫുകളിലെല്ലാം ഹിന്ദു പേരാണ്, അതായത് അവരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ. ഇവര് മതം മാറിയിട്ടുണ്ട്, പക്ഷെ ID പ്രൂഫ് വെച്ചല്ലേ സർക്കാർക്ക് അവിടെ പോലീസ് കേസെടുക്കുന്നേ. മതം മാറുകയൊക്കെ ചെയ്യില്ലേ ആളുകൾ? അതൊരു തെറ്റായ അല്ല, ആയിക്കോട്ടെ, അവരുടെ ഒരു പോലീസ് കേസെടുക്കുമ്പോ അവരുടെ ID പ്രൂഫ് വെച്ചല്ലേ കേസെടുക്കുന്നേ. ഇതുപോലൊരു പ്രശ്നബാധിത പ്രദേശമാകുമ്പോഴോ എന്തിനാണ് കേസെടുത്തതിന്റെ ഒരു സാങ്കത്യം എന്താണെന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, അതിനകത്ത് ഒരു കുട്ടിക്ക് പ്രായക്കുറവല്ലേ? ആ ഒരു കുട്ടിയുമായി പോകുന്നത് കുടുംബക്കാർ തന്നെയാണ് ഇവർക്കൊപ്പം വിടാൻ പ്രായക്കുറവല്ലേ ഒരു കുട്ടിക്ക്? കേട്ടില്ല. ഒരു കുട്ടിക്ക് പ്രായക്കുറവല്ലേ? ഒരു കുട്ടിക്ക് പ്രായക്കുറവാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അല്ല, അതിനെ ഞങ്ങളുടെ ന്യൂസ് ചാനലുകളിൽ നിന്നാ ഞാൻ കണ്ടേ. അല്ലെ, അത് എനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും ഛത്തീസ്ഗഡിലെ പോലീസ് പറയുന്നതെല്ലാം കഴിഞ്ഞൊരു ചർച്ചയില് യുവരാജ് ഗോകുൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോ ആരും ഉത്തരം പറഞ്ഞില്ല. പ്രായപൂർത്തിയായവരാണെങ്കിൽ ലെറ്റർപാടിന്റെ ആവശ്യമില്ല വീട്ടുകാരുടെ. പ്രായപൂർത്തിയായവർക്ക് സ്വന്തമായിട്ട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസിന് നിമിഷ നേരം മതി. ആ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ, കുട്ടിയെ ആരുടെയെങ്കിലും വിട്ടതാണോ, ഇതൊക്കെ കണ്ടെത്താൻ നിമിഷങ്ങൾ മതി. അതിന് പകരമായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധ മതപരിവർത്തനം നടത്തി എന്നൊക്കെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും. അങ്ങനല്ല, ഇപ്പൊ നീ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്നാ വെച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ. മുനമ്പത്തൊക്കെ സഭക്കാര് അവരുടെ MP-മാരോട് പറഞ്ഞിട്ടൂടെ അവർ വോട്ട് ചെയ്തത് എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ അവരെ കിഴക്കുന്ന് വന്നതുമില്ല, ഒറ്റാലി കിടന്നുമില്ലാത്ത അവസ്ഥയാവും എന്നേ ഉള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ, ശരി.
ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സഭയുമായി ഉണ്ടാക്കിയ ഒരു നല്ല സൗഹൃദം, നല്ല ബന്ധം BJPക്ക് ആ ബന്ധത്തിൽ ഒരു വലിയ ഉലച്ചിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത്? 2021 കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒരു ഫാദർ, അതായത് പള്ളിയിലച്ഛനെയും 2 പാസ്റ്റർമാരെയും സമാനമായ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചിരുന്നത്. അപ്പൊ കോൺഗ്രസും സഭയുമായിട്ട് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ വിഷയത്തിൽ സഭയും BJP ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ വരണമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് മനസ്സിലായില്ല? 2021 This call is no longer being recorded. 2021 അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ, ഒരു ഫാദർ, 2 എന്താണ് പറയുന്നത്, നേരത്തെ കേസുകളൊക്കെ പല പാർട്ടികൾ ഭരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ BJPയും സഭയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഉലച്ചിൽ, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിനെക്കുറിച്ച് പറഞ്ഞോളൂ. ആ ചർച്ചയിലേക്കാണ് ഞാൻ വന്നത്. അന്ന് കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഒരു പള്ളിയിലച്ഛനെയും 2 സഹായികളെ അറസ്റ്റ് ചെയ്തിരുന്നു സമാനമായ കുറ്റത്തിന്. അതിനുശേഷം കോൺഗ്രസും സഭയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ വിഷയത്തിന് സഭയുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതങ്ങനെയാണ്. കേരളത്തിലെ സഭാ നേതൃത്വത്തിലുള്ള ക്ലിമിസ് തിരുമേനിയെ പോലെ ഒരാളാണ് എന്ന് പറഞ്ഞത്. ചായ കുടി നീതി കിട്ടാതെ എന്ത് ചായ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നീതി ലഭിക്കാതെ വന്നാൽ പിന്നെ എന്ത് ചങ്ങാത്തം എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട സഭാ നേതാക്കളൊക്കെ BJP കുറെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരേ അഭിപ്രായം തന്നെയാണ് മിക്ക നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് അങ്ങനെ അല്ല എന്ന് പറയുന്നത്? അല്ല, എന്ന് അതായത് BJPയുടെ വിഷയം വരുമ്പോൾ കോൺഗ്രസിനുമായിട്ട് ഉള്ള ബന്ധത്തെക്കായും മറിച്ചൊരു ചിന്ത കേരളത്തിൽ സ്വാഭാവികമായി ഉണ്ടാവില്ലേ ശ്രീ അജയകുമാർ? കോൺഗ്രസും സഭയുമായിട്ടുള്ള ബന്ധം എത്രയോ ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം കേരളത്തിലെ ഇടതു പാർട്ടികളുമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ BJPയുമായിട്ടോ ഒക്കെ ബന്ധത്തിനേക്കാൾ മുമ്പ് സഭാ നേതൃത്വത്തിന് പല ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വവുമായി അങ്ങനെ ബന്ധമുണ്ടായിരുന്നു. സഭയിലെ അംഗങ്ങളാകെ അങ്ങനെ ബന്ധം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സഭാ നേതൃത്വത്തിന് കൂടുതൽ അടുപ്പമുള്ള പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഈ അടുത്ത കാലം വരെ. അപ്പോൾ അവരത് തന്നെ തുടരണം. അതിനകത്ത് നിന്ന് അവർ വ്യത്യാസം വരുത്തരുത്. ആരെങ്കിലും കേക്ക് കൊണ്ട് കൊടുത്തത് കൊണ്ടോ ആരെങ്കിലും അവിടെ പോയി വൈൻ കുടിച്ചത് കൊണ്ടോ അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ എന്താണ് പറയുന്നത് ചങ്ങാത്തം ആരുമായിട്ടാണോ അത് അവർ തുടരണം. അത് മാറും എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അവരോട് നല്ല നമസ്കാരം പറയാനേ പറ്റുകയുള്ളൂ. ഇത് നടന്നൊരു സംഭവമാണിത്. നമ്മുടെ താങ്കൾ പറയുന്ന ഈ BJP നേതാക്കളൊക്കെ ഇത്ര പ്രയാസപ്പെട്ട് ഇവിടെയൊക്കെ പോയി കേക്ക് കൊടുത്ത് വീടുകളിലൊക്കെ സന്ദർശിച്ച് പ്രധാനമന്ത്രിയെ കാണിച്ചു വിരുന്ന് നൽകി ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നാണോ? അല്ല, അങ്ങനെ ഒരു ബന്ധം ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ 2 നിലപാടുകളെ, 2 പ്രത്യയ ശാസ്ത്രങ്ങളെ പരസ്പരം അംഗീകരിക്കാനും അതിനെ വിശ്വസിക്കാനും അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള സഹന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ 2 ബന്ധങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടൊരു കേക്ക് കൊടുത്തുകൊണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയി മുത്തിയത് കൊണ്ടോ ഒന്നും ഒരു ചിത്ത സംഭവിക്കാൻ പോകുന്നില്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇതിനോടനുബന്ധമായിട്ട് കിരണ ഇതിനനുബന്ധമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. 2 വർഷം മുമ്പ് നമ്മൾ കോഴിക്കോട് വെച്ചല്ലേ, കോഴിക്കോടോ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുവന്ന 11 കുട്ടികളെ ഇതുപോലെ സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്തു. അതൊരു ബജരംഗദളും ഹിന്ദു ഐക്യവേദി ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ. ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ലേഡിക്ക് അത് കണ്ട സംശയം തോന്നിട്ട് അവർ ചൈൽഡ് വെൽഫെയറിൽ വിളിച്ച് പറഞ്ഞ് കംപ്ലൈന്റ് ആക്കിയാണ് അറസ്റ്റ് ചെയ്തത്. ശ്രീ അജയകുമാർ, ഈ കേരളത്തിൽ ആരെങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് അറസ്റ്റ് ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിനെയും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? അത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതല്ല, അത് അവരെ ഇതുപോലെ ഞാൻ ചോദിച്ചതല്ല, അങ്ങനെ ഒരു സംശയം അതും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധം? 2 കന്യാസ്ത്രീകൾ ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ സഹോദരനുമായി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അത് കണ്ടാലോ അല്ലെങ്കിൽ അത് കണ്ടല്ലോ അല്ലെങ്കിൽ സംശയം ഒരാൾക്ക് തോന്നിയെന്ന് കരുതിക്കോ. തോന്നിക്കഴിഞ്ഞാൽ തന്നെ ബജറംഗ് ദൾ പ്രവർത്തകർ അല്ലല്ലോ അവരെ ചോദ്യം ചെയ്യേണ്ടത്. പോലീസിനെ അന്വേഷിച്ചാൽ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതെല്ലാം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ലാഘവത്തിൽ ഛത്തീസ്ഗഡിലെ ഏറ്റവും പിന്നോക്ക പ്രദേശമായി വില്ലേജിലെ മനുഷ്യരോട് പോലും സംസാരിക്കാതെ ജീവിക്കുന്ന ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്? ഈ 2 പാർട്ടിയും കുറെ കാലം ഭരിച്ചതല്ലേ ഛത്തീസ്ഗഡ്? അതല്ലാണ് 70 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇതൊക്കെ തന്നെയാണ്. കൂടുതൽ കാലം ഛത്തീസ്ഗഡ് സംസ്ഥാനം ഉണ്ടായ ശേഷം ഭരിച്ചാരാ? ഛത്തീസ്ഗഡ് സംസ്ഥാനം ഉണ്ടായതിന് ഇതൊരു ഛത്തീസ്ഗഡിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. എന്തായാലും അജയകുമാർ ശരി, ഓക്കെ, താങ്ക് യു. എന്തായാലും ശ്രീ രവീന്ദ്രനാണ് ചെന്നിത്തലയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, ഈ BJP വളരെ പ്രയാസപ്പെട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദം സഭാ നേതൃത്വമായി അത് അവസാനിക്കുന്ന സാധ്യതയുണ്ടോ, അതോ വീണ്ടും അത്തരം സൗഹൃദമൊക്കെ തള്ളിയിടാൻ സാധ്യതയുണ്ടോ? അത് അവസാനിച്ചു കഴിഞ്ഞല്ലോ. വളരെ ലജ്ജാകരമാണ്. ഈ ക്രിസ്ത്യാനികള് ഈ BJP എന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ നേതാക്കന്മാരുണ്ടല്ലോ, മന്ത്രിമാരുണ്ട്, അവർക്കൊന്നും ലജ്ജയില്ലേ? വീണ്ടും ആ പ്രസ്ഥാനത്തിൽ തുടരാൻ വീണ്ടും വീണ്ടും ലജ്ജയില്ലേ? രണ്ട് പാവങ്ങളായ കന്യാസ്ത്രീകളെ 143 ഇട്ട് കേസെടുത്ത് അവരെ എന്താണ് മനുഷ്യക്കടത്തെന്നൊക്കെ പറഞ്ഞ കേസ്, ലജ്ജയില്ലേ ഇവർക്ക്? അത് BJP ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലുമൊക്കെ കേസുകൾ എടുത്ത് ഒതുക്കി സംഘപരിവാറിനെ പോഷിപ്പിക്കുക. ഇന്ന് തന്നെ കോടതിയുടെ മുമ്പിൽ വന്ന് സംഘപരിവാർ നേതാക്കന്മാരും ആ ലേഡി ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യയുടെ നിയമാവലിയെ, ഇന്ത്യയുടെ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത് കണ്ടിട്ട് പോലും BJP നേതാക്കന്മാര് ഒരു പ്രസ്താവന പോലും ഇറക്കുന്നില്ലല്ലോ. ഏതോ സാങ്കേതികത്വം പറഞ്ഞാണ് ഇന്നും കേസ്. രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായം പറഞ്ഞു, അത് ഏതെങ്കിലും തരത്തിൽ അത് മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ അത് നിർബന്ധിത മതപരിവർത്തനമോ അല്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. അല്ല, ഒരു ക്രിസ്ത്യൻ നേതാവ് പോലും BJPയിലുള്ളത് ഒന്ന് അനുകൂല. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് അരമനകളിൽ വീണ്ടും കയറി ഇറങ്ങാൻ വേണ്ടി അദ്ദേഹം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു. അതിൽ ആത്മാർത്ഥതയൊന്നുമില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവര് ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംഘപരിവാർ ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ട് കോടതി ആളുകളെയൊക്കെ വിട്ടല്ലോ, ഇവരുടെ പ്രതികളെയൊക്കെ വിട്ടില്ലേ? ആളുകളെയൊക്കെ വിട്ടിട്ട് അത് വെറുതെ ആളുകളെ ഒന്ന് ഒന്ന് മയക്കാൻ വേണ്ടി അതിനകത്ത് കാര്യമായി നയതന്ത്രമായി ഇടപെട്ടാൽ കിരൺ ഒരു മാധ്യമപ്രവർത്തന കൃത്യമായി അറിയാം. നയതന്ത്രമായി ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടാൽ ഇന്ന് കോടതിയിൽ കേസ് വരും. അവർക്ക് ഇവിടെ ഒരു സഹോദരൻ താൽക്കാലിക ജാമ്യം കിട്ടും. അവരതിനകത്ത് പ്രതിയാണ് എന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ മനഃപൂർവ്വമാണെങ്കിൽ അവരെ ശിക്ഷിച്ചോട്ടെ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാർ, കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കോടതിയിൽ തെളിയിക്കട്ടെ. പക്ഷെ അടിയന്തരമായിട്ട് അവർക്ക് എന്ന് വെച്ചാൽ ജാമ്യം നൽകാനായിട്ട് കേരള ഗവർണർക്ക് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രപതിയോട് പറഞ്ഞിട്ട് അവർക്ക് രാഷ്ട്രപതിക്ക് എന്ന് വെച്ചാൽ കോടതികളിൽ ഇടപെടാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇടപെട്ടിട്ട് അവർക്ക് ജാമ്യം നൽകുക. അതല്ലാതെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ്, അതായത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അടിയന്തരമായിട്ട് അവരെ പുറത്തേക്ക് വിടുക. അത് കഴിഞ്ഞിട്ട് കോടതി എന്ന് വെച്ചാൽ വാദിച്ചോട്ടെ. എന്റെ അഭിപ്രായം അതാണ് സാർ. നമുക്ക് ഇതിനിടയിൽ രാജ്ഭവന് മുന്നിലേക്ക് വിവിധ സഭാ നേതൃത്വത്തിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, പ്രതിഷേധ മാർച്ച് എങ്ങനെയാണ്? രാജ്ഭവനിലേക്ക് എത്തിയോ? എല്ലാ സഭകളുടെയും പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? കിരൺ, അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്ന രാജ്ഭവൻ പരിസരത്തേക്ക് ഇവിടെ തയ്യാറാക്കുന്ന പ്രത്യേക വേദിക്ക് അരികിലേക്ക് ഈ മൗന പ്രതിഷേധ ജാഥ എത്തിച്ചേരും. എല്ലാ സഭകളുടെയും തലവന്മാർ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ സന്യസ്തർക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഛത്തീസ്ഗഡിലെ 2 സന്യസ്തർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ നടപടി, 2 കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഈ ദുരനുഭവം, അത് നാളെ ആർക്ക് വേണമെങ്കിലും വരാം എന്ന തരത്തിലുള്ള ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഇതിന്റെ ഒരു ആശങ്ക അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ക്രൈസ്തവ സഭ ഈ വിഷയം വലിയ ഗൌരവമായി എടുക്കുകയും തെരുവിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് കടുത്ത നടപടികൾ ഈ കന്യാസ്ത്രീകൾക്കെതിരെ വരുന്ന ഒരു സാഹചര്യം, നിയമപരമായി അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിലാണ് ഈ പ്രതിഷേധ ജാഥ അല്പസമയത്തിനകം രാജ്ഭവൻ പരിസരത്തേക്ക് എത്തുന്നത്. അതിനെ നേരിടുന്നതിന് വേണ്ടി പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ തീർത്ത് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സമീപത്തായി വിന്യസിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന വേദിയിൽ എല്ലാ സഭകളുടെയും പ്രതിനിധികൾ, അതായത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉൾപ്പെടെ ബെസേലിയസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള പ്രമുഖർ
വിവിധ സഭാ സമിതികൾക്ക് നേതൃത്വം നൽകുന്നവർ ഈ സന്യസ്തരെയും വിശ്വാസ സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. കഴിഞ്ഞ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വിമർശനമാണ് ബെച്ചലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ ഭാഗത്ത് നിന്ന് ഈ കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഉണ്ടായത്. കാരണം ബിജെപിയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയും ഏറെ അടുക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് ആ എല്ലാ ബന്ധങ്ങളെയും ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോഴിവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിജെപിയുമായി ബന്ധമുള്ള ക്രൈസ്തവ നേതാക്കൾ അടക്കം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ചോദ്യം ഈ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഈ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തെരുവിലേക്ക് അത് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ ഈ മൗന പ്രതിഷേധ ജാഥ നമ്മളിപ്പോൾ ഉള്ള ഈ രാജ്ഭവൻ പരിസരത്തേക്ക് എത്തിച്ചേരും. ശരി, നമുക്ക് ദൃശ്യങ്ങൾ വീണ്ടും കാണാം. എന്തായാലും നമുക്ക് പൊതുവേദി തുടരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വികാരി ജനറൽ മോൺസിഞ്ഞോർ വർക്കി ആറ്റുപുറം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഏറെക്കാലമായി ബി.ജെ.പി. നേതാക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ട് നേടിയെടുത്ത ഒരു ബന്ധമാണ് സഭാ നേതൃത്വവുമായി. ഇപ്പോൾ പൂർണ്ണമായും ആ ചങ്ങാത്തം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണോ നിൽക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ആരെയാണ് സാറ് ഭയപ്പെടുന്നത്? 1925 പണിപ്പട്ടിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം നേടിയ ആ പ്രസ്ഥാനമാണ് കേരളത്തിലെ ബി.ജെ.പിയോട് പറഞ്ഞത് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്താണോ അതിന്റെ സത്യാവസ്ഥ എന്ന് അത് അവിടുത്തെ ഗവൺമെന്റിനും അവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഇത് ജുഡീഷ്യറി മുമ്പിൽ ശക്തമായിട്ട് തെളിയിക്കേണ്ട കഴിവുള്ള എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സാർ, കേരളത്തിൽ 2-3% ഈ ക്രിസ്ത്യാനികൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിരിക്കാം. അല്ലാതെ ഒരു ക്രിസ്ത്യാനിയും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ല. ഞങ്ങളെ തൊട്ടടുത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ, ഞങ്ങൾക്ക് അവിടെ 100 വോട്ട് കുറവാ. അപ്പൊ ക്രിസ്ത്യൻ ആരാ സാർ ഭയപ്പെടുന്നത്? ഇവിടുത്തെ ഇടതിനും വലതിനും ഒരു പണിയായി. ഇവർക്ക് എന്താ പട്ടാളെ കൂട്ടിയില്ല രാജ്ഭവന്റെ മുമ്പിൽ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. അല്ലാതെ ഇതിന് ആരാ സാർ ഭയപ്പെടുന്നത്? വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ലേ? ശ്രീ ബാലകൃഷ്ണൻ, എനിക്കൊരു ചെറിയ സംശയം. താങ്കൾ പറഞ്ഞ ഈ RSSന്റെ നേതൃത്വം ഒരു അഭിപ്രായം പറയുമ്പോൾ അവർ തള്ളിക്കളഞ്ഞത് കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായത്താണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ നിർബന്ധ മതപരിവർത്തനമോ നടന്നിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തല്ലേ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായത്തല്ലേ തള്ളിക്കളഞ്ഞത്? സാർ, ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് എത്തിക്കുവാൻ സംഘപരിവാർ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലും സംഘപരിവാർ RSS തന്നെ ഭരണത്തിലെത്തിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹം തിരുത്തേണ്ടി വരും. അത് തന്നെയാണ് RSS തന്നെയാണ് അവസാനം. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ബി.ജെ.പിയുടെ അഭിപ്രായമാണ്. ബി.ജെ.പിയുടെ അഭിപ്രായം ഞാനും ബി.ജെ.പി അനുഭാവിയാണ്. പക്ഷെ ഞാനത് അംഗീകരിക്കുന്നില്ല സാർ. കാരണം നമ്മൾ 10 വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബി.ജെ.പി അനുഭാവിയാണെന്ന് പറയും, ചിലപ്പോൾ RSS ആണെന്ന് പറയും, ചിലപ്പോൾ എന്നിട്ട് പറയും ഞാൻ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് അഭിപ്രായത്തെ അംഗീകരിക്കുന്നില്ലെന്ന് പറയും. എവിടെയെങ്കിലും ഒന്ന് നിൽക്കി ബാലകൃഷ്ണൻ. RSS സാംസ്കാരിക സംഘടന സാർ ആദ്യം അത് മനസ്സിലാക്കണം. രാഷ്ട്രീയ സംഘടനയിൽ അനുഭാവിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സാറിന് മനസ്സിലായിട്ടില്ലേ? അതെല്ലാം മനസ്സിലായി, പക്ഷേ സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിപ്രായത്തെ തള്ളി പറയുന്നതുകൊണ്ടാണ് ചോദിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സംഘപരിവാർ RSS പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ RSSന് അറിയാം അതിന്റെ നീതിയെ RSS നടപ്പാക്കൂ. 925 തുടങ്ങിയ പ്രസ്ഥാനം ഈ 100 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണചിരാകാന്തരങ്ങളിൽ ബി.ജെ.പി എന്ന രാഷ്ട്രീയ സംഘടന എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്നും കാട്ടി ഉമ്മാക്കി ഇടതും വലതും പേടിപ്പിക്കുവാനൊന്നും വരണ്ട. പിന്നെ അവിടെ ബജറംഗ് തെള്ളുകാർ അടിക്കുകയോ കുട്ടുകയോ അവരെ കൈകാര്യം ചെയ്യുക അത് അങ്ങേ തെറ്റാണ്. അത് പ്രതിഷേധാർഹമാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയും പോലെ രാജ്യത്ത് ജുഡീഷ്യറി ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ചൂണ്ടിക്കാണ് UP പെൻഷൻ ഉണ്ടോ സാറെ? തൊട്ടടുത്ത് പുതുച്ചേരിയിൽ 3000 സാർ ക്ഷേമ പെൻഷൻ. സാറിനറിയോ എന്റെ തൊട്ടടുത്ത മാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് 3000 എല്ലാ മാസവും 5. ഇവിടെ അവിടെ ആരോ ഭരിച്ചോട്ടെ, ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താ കേരളത്തിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പെൻഷൻ ഔദാര്യാണോ? 1600 ഔദാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഇടതും വലതും ഇന്ത്യ മുന്നണിക്കാർക്ക് ഒരു പണിയായിട്ട്. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. മറ്റ് UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന പെൻഷൻ എത്രയാണെന്നും പെൻഷൻ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ ബാലകൃഷ്ണൻ വടകര. ഇന്ത്യയിൽ വിലപ്പോവില്ല. ശരി, അതിന് ഇന്ത്യ ഗവൺമെന്റ് ഭയപ്പെടുകയില്ല. ശരി, ഓക്കെ. ന്യായത്തിനും ഒപ്പം എന്തായാലും താങ്കൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൂടി എന്ന് പറഞ്ഞു. മതപരിവർത്തനവും തട്ടിക്കൊണ്ടുപോകുണ്ടെങ്കിൽ അവരെ കൾച്ചറൊക്കെ നടക്കും. ആര് കുതിര ചാടിയിട്ട് കാര്യമില്ല.
അതിനെ ഭയപ്പെടുന്ന സർക്കാരല്ല രാജ്യം ഭരിക്കുന്നത്. മതപരിവർത്തനം നടത്തിയതിന് ആരെയും നിയമം കൽത്തുറങ്കിൽ തലയിൽ ആള് പാർപ്പുള്ള സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. നിയമത്തിന് അതീതമായിട്ട് ആരെയും ഇവിടെ അനുവദിക്കൂല. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും. ശരി, ഓക്കെ. അത് ന്യൂനപക്ഷ പ്രീണനം പറഞ്ഞു എവിടെ എത്തി സാർ? എവിടെ എത്തി? ന്യൂനപക്ഷ പ്രീണനം പറഞ്ഞ് സാർ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം ഞങ്ങൾ എത്ര സമയത്താണ് നടത്താൻ പറ്റൂ? തിട്ടൂരോ? ഇത് ആരെത്തിച്ചു? ഇടതും പലതും. BJP ആരും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെട്ട ഇന്ത്യ ആരും ആരെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. സ്വയം ഭയന്ന് നിൽക്കുന്ന ബാലകൃഷ്ണൻ ഇങ്ങനെ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ് തോന്നുന്നതിന് എന്റെ കുറ്റമല്ല ബാലകൃഷ്ണൻ. എന്തിനാ സാർ ഭയപ്പെടുന്നത്? അതൊരു പ്രത്യേക അവസ്ഥയിൽ തോന്നുന്നതാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്. ഞാനും തുടക്കം പോലെ ഭയപ്പെടുത്താൻ ആരാരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു? ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ് വിളിക്കുക. രാജ്യത്ത് യൂണിയൻ മിനിസ്ട്രിയാണ് മിനിസ്ട്രി. ഞങ്ങളെ സംബന്ധിച്ച് എന്ത് ബയാസാണ്? ഫെഡറൽ സംവിധാനത്തിന് ഭരണ സംവിധാനം എളുപ്പമാക്കുവാനാണ് സംസ്ഥാനം. അല്ലാതെ സംസ്ഥാനത്തിന്റേതായ അവകാശങ്ങളുണ്ട് ശ്രീ ബാലകൃഷ്ണൻ. അല്ലാതെ രാജ്യത്തിന് ഒരു ഭരണമുണ്ട് എന്ന് കരുതി സംസ്ഥാനത്തിന് അവകാശമില്ലാതെ ഇത് ഫെഡറൽ സംവിധാനമാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ കൃത്യമായി തന്നെ സംസ്ഥാനങ്ങളുടെ അവകാശം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊന്നും കഴിയില്ല ശ്രീ ബാലകൃഷ്ണൻ, അതൊക്കെ വെറും തോന്നലാണ്. ഓരോ സംസ്ഥാനത്തിന്റേതായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങനെയൊന്നും കഴിയില്ല. ശരി, ഓക്കെ. ശരി, ശ്രീ ബാലകൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ BJP ദീർഘകാലമായി ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധമാണ്, അതിന്റെ പ്രയോജനമൊക്കെ BJPക്ക് ഉണ്ടാവുകയും ചെയ്തതാണ്. ആ ബന്ധമാണോ ഇപ്പോൾ അവസാനിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. നിങ്ങൾ മേലെ എഴുതി കാണിക്കുന്ന സഭയുടെ ചങ്ങാത്തം അവസാനിപ്പിച്ചോ എന്ന് എഴുതി കാണിക്കുന്നത്. സഭാ ചങ്ങാത്തം അവസാനിപ്പിച്ചോ? പക്ഷെ അത് അങ്ങനെ എഴുതി കാണിക്കാൻ തന്നെ ഒരു തെറ്റല്ലേ? കേരളത്തിലെ BJP എന്താ പറഞ്ഞത്? കേരളത്തിലെ BJP അധ്യക്ഷൻ എന്താ പറഞ്ഞത്? അങ്ങനെ ചങ്ങാത്തം അതിന്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞോട്ടെ. ചങ്ങാത്തം അവസാനിച്ചോ എന്ന് പറഞ്ഞത് ഞങ്ങളല്ല. നീതി ലഭിക്കാതെ വന്നാൽ പിന്നെ എന്ത് ചങ്ങാത്തം എന്ന ചോദ്യം ഉന്നയിച്ചത് ക്ലിമിസ് കതോലിക്ക ബാവയാണ്. അത് കേട്ടോ, അത് ഞാൻ നേരത്തെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് മുകളിലിരിക്കുന്ന സഭ ചങ്ങാത്തം അത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളല്ല. അത് ക്ലിമിസ് ബാവ പറഞ്ഞ വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്ത് പറയണ്ട, അപ്പൊ ഇവര് നേരത്തെ സുഹൃത്ത് സംസാരിച്ചിരുന്നു, അത് ബാലകൃഷ്ണൻ എന്തോണം പേര് തോന്നുന്നു, മുമ്പ് നേരത്തെ സംസാരിച്ചിരുന്ന അതിന്റെ ഈക്വലായിട്ട് എനിക്ക് പറയാനില്ല. ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടി BJP കഷ്ടപ്പെടുന്നു എന്നുള്ള കണക്കാക്കിയിട്ട് BJP ക്രിസ്ത്യാനികളുടെ വോട്ടല്ല, മുസ്ലിമിന്റെ വോട്ടും ഹിന്ദുവിന്റെ വോട്ടും ഏഴവന്റെ വോട്ടും ജാതി മതം മനുഷ്യനായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ വോട്ട് BJP വാങ്ങും. അത് BJPക്ക് വേണ്ടി തരുന്നവർ BJPക്ക് വേണ്ടി വോട്ട് കുത്തും. ഇപ്പൊ ഇന്ന ഈ വിഷയങ്ങളൊക്കെ കത്തിക്കൊണ്ട് നിൽക്കുമ്പോഴല്ലേ ഇന്നലെ 10-20 വരിയായിട്ട് ആൾക്കാർ വന്ന് BJPയിൽ ചേർന്നത്. സുരേഷല്ലേ കൊടുത്തത് മെമ്പർഷിപ്പ് കൊടുത്തത്, സാധാരണ മെമ്പർഷിപ്പ് കൊടുത്തത്? അത് കണ്ടിട്ടുണ്ടോ? സുരേഷാണ് കൊടുത്തത് മെമ്പർഷിപ്പ് ക്രിസ്ത്യാനികൾക്ക്. എത്രയോ ക്രിസ്ത്യാനികൾ ഒന്നിച്ചിട്ട് വന്ന് ഷാള് വാങ്ങി മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് പോയിട്ട് ഇന്നലെ നടന്ന കാര്യമാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് എത്ര അങ്ങനെ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് വരും. ഈ 10 വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദുക്കളുടെ ഇത് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. ഹിന്ദുക്കൾ അങ്ങനെ പോയി ആത്മഹത്യ ചെയ്യണോ? എത്രയോ കുട്ടികൾ അവിടെ ശ്രീ ഗോപകുമാർ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ? അങ്ങനെ ഹിന്ദുക്കൾക്ക് ഏതെങ്കിലും ഈ നാട്ടിൽ പ്രയാസമുണ്ടോ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ? ഈ നാട്ടിലെ കാര്യം കൂടെ സാർ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിൽ, അവിടുത്തെ കാര്യമല്ല. ഛത്തീസ്ഗഡിൽ ഹിന്ദുക്കൾക്ക് ആണോ? ഛത്തീസ്ഗഡിൽ പ്രയാസമുള്ള മനുഷ്യരുണ്ട്. അവിടെ മഹാഭൂരിപക്ഷം വരെ ദളിതരായ മനുഷ്യർ ഇപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അവിടുത്തെ വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കാതെ വേണ്ടത്ര മറ്റ് സൗകര്യങ്ങൾ ലഭിക്കാതെയാണ് ജീവിക്കുന്നത്. അവിടുത്തെ ഹിന്ദു എന്ന വിശാല അർത്ഥത്തിൽ താങ്കൾക്ക് പറയാമെങ്കിൽ അവിടുത്തെ ദളിതന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഛത്തീസ്ഗഡിലുള്ള ദളിതുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അല്ല, അത് എന്താണ് ആ അവസ്ഥ വന്നതിന് ആദ്യം അതിന് പരിഹാരം കാണാൻ നോക്കൂ, അതല്ലേ നല്ലത്. അതിപ്പോ ഇത്ര കാലം കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് 1960 ഭരിച്ചിട്ടുണ്ട്, കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ നിയമം. 1960 നിയമത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ശരി, ഓക്കെ ശ്രീ ഗോപകുമാർ, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നിയമത്തിന്റെ വിഷയമല്ല പറഞ്ഞത്. അവിടെ താങ്കൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്, ദളിതരുടെ അവസ്ഥ പറഞ്ഞാണ്. ശ്രീ കൃഷ്ണകുമാറാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ കൃഷ്ണകുമാർ, ഈ കേരളത്തിലെ സഭാ നേതൃത്വവുമായി BJP നേതൃത്വത്തിന് ഒരു നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കുകയും അവിടെ പോയി വിരുന്നിലൊക്കെ പങ്കെടുക്കുകയും കേക്ക് നൽകുകയും ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു ബന്ധം കൂടിയുണ്ട്. ആ ബന്ധത്തിന്റെ പ്രയോജനം കൂടി BJPക്ക് തൃശ്ശൂരിലെങ്കിലും ഒക്കെ ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ആ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുകയാണോ? വിള്ളലൊന്നും പറയാൻ പറ്റത്തില്ല സാർ. കാരണം സാറ് നേരത്തെ പറഞ്ഞ് ഈ ദളിതരുടെ കാര്യം, ഞാൻ കരുനാഗപ്പള്ളി താലൂക്കിൽ കുലശേഖരം പഞ്ചായത്തിൽ 11ാം വാർഡിലുള്ള ഞാനിവിടെ കോൺഗ്രസ് അല്ല ഭരിക്കുന്ന സാർ. ഞാൻ 3 പ്രാവശ്യം ബസ്സിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞാൻ BJPക്കാരനായതുകൊണ്ട് എനിക്കൊരു ഒന്നും തന്നിട്ടില്ല. 11ാം വാർഡ് കുലശേഖരം പഞ്ചായത്തിൽ എത്രാം വാർഡിൽ എത്ര പേർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് തിരക്കണം. പിന്നെ വടക്കേ ഇന്ത്യയിലെ ദളിതരുടെ കാര്യം
ഞാൻ താങ്കൾ പറയുന്നത് BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ നോക്കി അതല്ല വീട് കൊടുക്കുന്നത്? എനിക്കൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾ പട്ടികജാതി വികസന കോർപ്പറേഷനിൽ ഓച്ചറെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നാളെ ഇന്ന് അന്വേഷിക്കാം. ഇനി വേറൊരു കാര്യം, പിന്നെ ദളിതരുടെ കാര്യം. വയനാടൻ ജില്ലകളിൽ ദളിതർ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വയനാട്ടിൽ ഉൾപ്പെടുന്ന ചേട്ടാ കേരളം, അതോ കേരളം വേറെ ഏറ്റെടുത്തെന്ന് പറഞ്ഞാണോ? പിന്നെ ചാണ്ടിക്കത് ഇന്ന് ചേട്ടൻ പറയുന്ന പോലെ കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷവും UDFും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ചേർന്ന് അവിടുത്തെ ഈ ദളിത പെൺകുട്ടികളെയൊക്കെ കാണാതെ പോകുന്നതിനെ കുറിച്ച് കോടതിയെ അറിയിച്ചു. അപ്പൊ കോടതി, അതായത് ഹൈക്കോടതിയുടെ കാര്യങ്ങൾ പറയാൻ കാണും. അതല്ല നമ്മുടെ വിഷയം. കേരളത്തിൽ BJPയുമായിട്ടുണ്ടാക്കിയ സഭാ നേതൃത്വത്തിലുണ്ടാക്കിയ ബന്ധം അതിൽ വിള്ളൽ വീണോ അല്ലെങ്കിൽ അത് അവസാനിക്കുന്നു എന്നുള്ളതാണ്. വിള്ളൽ വീഴുന്ന തീരുമാനിക്കുന്ന ചാനലുകാരല്ല, അതിനെക്കാട്ടി കൂടുതൽ അങ്ങനാക്കി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. എന്താ ചർച്ച ചെയ്യാത്ത? ഇതിനു മുമ്പ് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ ചുട്ടുകൊന്നു 2 സംസ്ഥാനങ്ങളിൽ. എന്തേ നിങ്ങൾ ചർച്ച ചെയ്തില്ല? എവിടെയാണ് ചർച്ച ചെയ്യാതിരുന്നത്? പറയൂ. ഇവിടുത്തെ UDFന്റെ UDF ആയാലും LDF ഇവിടെ ക്രിസ്ത്യാനികളെ ചുട്ടുകൊന്നിട്ട് ചർച്ച ചെയ്യായിരുന്നു. എവിടെയാണ് ആ സംസ്ഥാനത്തിന്റെ പേരെന്ന് പറയൂ. ആസാം. അതേപോലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ തന്നെ പറഞ്ഞ ആസാമിൽ ഇന്ന് രണ്ടാമത് പറഞ്ഞു. താങ്കൾ മണിപ്പൂരായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ വിഷയം നമുക്ക് ഒരുപാട് ചർച്ച ചെയ്താണ് ശ്രീകൃഷ്ണകുമാർ. ശരി, ഓക്കെ. താങ്കൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പൊതുവേദിയിലാണ് പറയുന്നതെന്ന് ഓർമ്മയിൽ താങ്കൾ കുറെ കൂടി ജാഗ്രതയോട് പറയാൻ ശ്രദ്ധിക്കുക. ശ്രീ സുധയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീമതി സുധ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ BJPയും ഈ സഭാ നേതൃത്വമായിട്ടുണ്ടാക്കിയ ഒരു നല്ല ബന്ധം? ആ ബന്ധത്തിന് ഒരു തടസ്സമുണ്ടായതായി തോന്നുന്നുണ്ടോ? BJP കേരളത്തില് കുഴപ്പമില്ല. ഇതിപ്പോ വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ നടന്ന ഇവിടെയുള്ള BJPക്കാർ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരാണേലും അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരേ രാഷ്ട്രീയ സംഘപരിവാർ സംഘടനയിൽപ്പെടുന്ന ബജറംഗ് ദളാണ് ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരേ രാഷ്ട്രീയ ആശയത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയല്ലേ? കേരളത്തിലുള്ള BJPക്കാർ എന്ത് ചെയ്യും? ഇവര് പറഞ്ഞിട്ടാണോ? അതോ അവർ കേക്ക് കൊടുത്തിട്ട് കേക്ക് മേടിച്ച് തിന്നുകൊണ്ടാണോ? അല്ല സാറേ, ഈ മതപരിവർത്തനം എന്താണേലും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളൊക്കെ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങളുടെ വീടുകളിൽ ഈ സിസ്റ്റർമാർ, ഈ പള്ളിയിൽ അമ്മമാര് കയറി ഇറങ്ങാറുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങളോട് പറയും ഏക ദൈവത്തെ വിശ്വസിക്കുക, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പം നമ്മുടെ കേരളത്തിൽ കുഴപ്പമില്ല സാറേ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് പ്രശ്നം തന്നെയാണ്. അതെന്താണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം? അവിടെ കേരളത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അവിടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവിടെ വടക്കേ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളത് കേരളത്തിലല്ലേ? അതെ അതെ. ഈ മിഷണറി പ്രവർത്തനം മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്ന എന്തുകൊണ്ടാ? ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അത് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കയറി പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മുടേതായ മറ്റ് ഹിന്ദു മതക്കാരുടെ വീടുകളിൽ കയറി സംസാരിക്കുമ്പം താങ്കൾ വിശ്വസിക്കുന്ന മതവും ഞാൻ വിശ്വസിക്കുന്ന മതവും മറ്റൊരാൾ വിശ്വസിക്കുന്ന മതവും ഒക്കെ മറ്റടുത്ത് പ്രചരിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഇന്ത്യയിലില്ല. നമുക്ക് ആരുടെയും ഒരാളുടെ മതം പ്രചരിപ്പിക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല അതിനുള്ള അവകാശമുണ്ട്. കിരൺ സാറേ, ഒന്ന് കേൾക്കണം. ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നേ. ഹിന്ദു മതത്തിലുള്ള ആരെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു മതത്തിലുള്ള ഒരു വീട്ടിൽ പോയി അവരുടെ മതത്തെ കുറിച്ചോ ഹിന്ദു മതത്തിൽ എന്നൊക്കെ പറഞ്ഞ ശ്രീമതി സുധ എന്താണ് അതിന് അങ്ങനെ ഒരു ക്രിസ്ത്യൻ മതം പോലെയോ അല്ലെങ്കിൽ ഇസ്ലാം മതം പോലെയോ ഒരു ഏതെങ്കിലും ഒരു രൂപമുള്ള ഒരു മതമൊന്നും അല്ലല്ലോ. അതൊരു പല ജാതിയിലും വെക്കപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഈ തരത്തിലേക്ക് പെടുന്ന ഒരു മതമല്ലല്ലോ. സാറേ, ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇവര് മാത്രം ഉണ്ട് എല്ലാ മതക്കാരുടെയും വീടുകളിൽ കയറി ഇറങ്ങുന്നേ. ഹിന്ദു മതക്കാരെ കേട്ടത്തില്ല. ഹിന്ദു മതക്കാര് ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ അവർ സമ്മതിക്കത്തില്ല. ആരും എത്ര വിദ്യാഭ്യാസമുള്ള കേരളമല്ല ആരാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. പക്ഷെ ഹിന്ദു മതക്കാർ കേൾക്കും. ഹിന്ദു മതക്കാർ പള്ളിയിലും പോകും, മുസ്ലിം പള്ളിയിലും പോകും. മുസ്ലിം മതക്കാർ ഒരു വീടുകളിലും കയറി മറ്റുള്ള വീടുകളിൽ കയറി അവരുടെ മതപ്രചരണം നടത്താറില്ല. പക്ഷെ ക്രിസ്ത്യൻ മതക്കാർ അങ്ങനല്ല. അവരെല്ലായിടവും കയറും. നമുക്ക് ഇഷ്ടമാണ്, ദൈവകാര്യമല്ലേ പറയുന്നേ, അല്ലേ? അത് വടക്കേ ഇന്ത്യ നടക്കത്തില്ലെന്നാണ് പറയുന്നത് സാറേ, അല്ല വേറെ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് സാറേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു കാര്യം കൂടെ സാറേ, എത്രയോ പെൺപിള്ള ഈ വികാരികളെ എത്രയോ പള്ളിയിലിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന, പള്ളിക്കാർ തന്നെ ഉപദ്രവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഏത് BJPക്കാർ കാരണമാ? താമല കൊലക്കേസ്, ജോളി വധക്കേസ്, മറിയക്കുട്ടി കൊലക്കേസ്, എല്ലാ മതത്തിലും ജാതിയിലും എല്ലായിടത്തും ഇല്ലേ ഇതെല്ലാം? ഇതൊക്കെ എല്ലായിടത്തും ഇല്ലേ? എല്ലായിടത്തും
ഇല്ലെന്ന് ഇത് അവരൊക്കെ തന്നെയല്ലേ ചെയ്തത്? അല്ലേ? അതാ ഞാൻ ചോദിച്ചത്, എല്ലായിടത്തും ഇല്ല എന്ന് കരുതി ഒരു രാജ്യത്തിന്റെ നീതി നിഷേധിക്കുന്നത് ശരിയാണോ ആളുകൾക്ക്? എന്തോ സാറേ നീതി നിഷേധിക്കാന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ മിഷണറി പ്രവർത്തനം എന്നൊക്കെ ശരി, ഓക്കെ. എന്തായാലും പറയുന്നത് ശ്രീമതി സുധയാണ്, ഇത് ഛത്തീസ്ഗഡിലാണ് സംഭവം നടന്നത്. തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BJPയും സഭാ നേതൃത്വവുമായിട്ട് ഉണ്ടാക്കിയ ഒരു ബന്ധം, ആ ബന്ധം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? സാറേ, ഇത് സഭാ നേതൃത്വമായിട്ട് ഉണ്ടാക്കിയെന്ന് പറയാൻ പ്ലാമ്പാനി അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ പിന്നെ റബ്ബറിന് വില കൂട്ടിയാൽ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ അച്ഛനെയാണ് ഇപ്പൊ പുറത്താക്കേണ്ടത്. ഇതുപോലുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ ചെന്ന് അടിയറ പറഞ്ഞ ഈ പള്ളിയിൽ അച്ഛന്മാരുണ്ട്. ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി, കേരളത്തിലെ ഭരണപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ പോയി, മതമേലധ്യക്ഷന്മാര് പോയി RSSന്റെ വീട്ടുപടിക്കൽ നിരങ്ങി നടന്നില്ലേ? അവർക്കുള്ള മറുപടിയാണിത്. ഞാൻ 10-20 വർഷക്കാലമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. എന്നെ ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടില്ല നീ ഹിന്ദു മതത്തിലേക്ക് പോരാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഹിന്ദുമതമായ ഞാൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയാൽ ഈ ശശികലയും സെൻകുമാറിനും എന്താണെന്ന് ഇവർക്ക് അട്ടിപ്പരാവകാശം കൊടുത്തിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ അട്ടിപ്പരാവകാശം കൊടുത്തിട്ടുണ്ടോ? സാറേ, ഇപ്പൊ സുധ എന്ന് പറഞ്ഞൊരു ചേച്ചി സംസാരിച്ച് ആലപ്പുഴയിലെ തലവടി എന്ന് പറയുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, കൊറ്റംകുളങ്ങരയിൽ ഒരു ക്ഷേത്രമുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുമ്പോ കാശ് മേടിക്കുന്ന ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയാ കാശ് മേടിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി അവര് കൊടുക്കും. നേരെ മറിച്ച് ഒരു നാട്ടിലെല്ലാം അങ്ങനെയാണ് ശ്രീ തങ്കച്ചൻ. നാട്ടിലെ അമ്പലത്തിലെയും പള്ളിയിലെയും ഒക്കെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും പരസ്പരം സഹകരിക്കുകയും പരസ്പരം ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഒരുമിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. അത് ഇല്ലാതാക്കാനാണ് ചില ആളുകളൊക്കെ ബോധപൂർവം ശ്രമങ്ങൾ നടത്തുന്നത്. അത് നടത്തുന്നവർ ആരായാലും അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ശ്രീ ജോസ് ആണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ജോസ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സഭാ നേതൃത്വവും BJP നേതൃത്വമായിട്ടുള്ള ഒരു ബന്ധത്തെ കാണുന്നത്? ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി BJP നേതൃത്വത്തിന് ഒരു ബന്ധമൊക്കെ സ്ഥാപിക്കുകയും അവിടെ വിരുന്നൊക്കെ നൽകുകയും കേക്ക് നൽകുകയും ഒക്കെ ചെയ്യുകയും ചില തരത്തിൽ അവർക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ അത്തരമൊരു ചങ്ങാത്തം അവസാനിപ്പിക്കുന്ന മട്ടിലാണ് ക്ലിമിസ് തിരുമേനി അടക്കമുള്ളവർ പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ ദീപു. ഈ വിഷയത്തില് നമ്മള് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആവേശവും അവരുടെ ആ ക്ഷൗര്യവും ഒക്കെ നമ്മള് ഈ ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കണ്ടതാണ്. ഈ ജാമ്യമില്ല എന്ന് പറയുന്ന ആ സമയത്ത് കണ്ടതാണ്. നോക്കൂ, അവർ ഏത് രീതിയിലാണ് അക്രമോത്സുകരായിട്ട് നിൽക്കുന്നത്. ഈ രീതിയിലാണ് നോർത്ത് ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം ആക്രമിക്കാൻ, മറ്റു മതസ്ഥരെ ആക്രമിക്കാൻ വെമ്പി നിൽക്കുന്നവരെ പോലെയാണ് ഇവിടെ ഈ വിഷയത്തില് പിന്നെ ആ പ്രദേശത്തെ ആൾക്കാരെ അനുകൂലിച്ച് സംസാരിച്ചവര്. ഏത് തരം ഈ ലേഡി ഇപ്പൊ ഒരു വിളിച്ചില്ലേ, അവരൊക്കെ എത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അവരെല്ലാം ഈ RSSകാരെ അതുപോലെ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തിരിക്കുക. അവരെ ഈ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അതുപോലെയുള്ള ഒരു വീട്ടമ്മയ്ക്കൊക്കെ ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത്. അവരൊക്കെ തെറ്റ് തിരുത്തി നമ്മളെല്ലാം മനുഷ്യരാണെന്നുള്ള ബോധത്തിലേക്ക് വരണം. ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അതായത് വേദനയോടെയും ഞെട്ടലോടെയാണ് കാണുന്നത് ആ വീട്ടമ്മയൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് കഴിയുന്നത്. ഹിന്ദുവിന്റെ അട്ടിപ്പേറാവകാശം ഒന്നും ഈ പറയുന്ന RSSനോ സംഘപരിവാറിനോ കൊടുത്തിട്ടില്ല. അവര് ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ പുറത്താണ് അവർ നടക്കുന്നത്. ഏത് രീതിയിലാണ് അവർ സംസാരിക്കുന്നത്? ഇതുവരെ BJP അല്ലെന്ന് പറഞ്ഞവർ ഇന്ന് BJP ആണെന്ന് പറയുകയാണ്. പറയട്ടെ, അതിനെന്താ? BJPക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന നാടല്ലേ ഇവിടെ. എന്നിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ വേറിട്ട് കാണാനുള്ള ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായ. ചിലരെങ്കിലും വിഷയത്തിൽ നിന്ന് മാറിയൊക്കെ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടി ആവണം അങ്ങനെ ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.